सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भागवते उत्तमश्लोके भक्तिर्भवति नैष्टगी। मूघं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्य ईश्वरम्। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सहगण ललिता श्रीविशाखानिधांश्च। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഓം തത്സത്. തന്റെ സ്വജ്ജനങ്ങളെയെല്ലാം കണ്ട അർജുനൻ വളരെയധികം വികാരപരവശനായിട്ട് തീർന്നു. എപ്രകാരമാണ് തന്റെ മുത്തച്ഛനായിട്ടുള്ള ഭീഷ്മപിതാമഹനെയും ആചാര്യന്മാരായിട്ടുള്ള ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും മറ്റു മഹത്തുക്കളെയും എല്ലാം വധിക്കാൻ എപ്രകാരമാണ് സാധിക്കുക? കാരണം അവരെല്ലാം പൂജനീയരാണ്, മഹാനുഭാവന്മാരാണ്, മഹത്തായിട്ടുള്ള അനുഭവങ്ങളും അനുഭാവവും ഉള്ളവരാണ്. അങ്ങനെ ഭഗവാന്റെ ആ ശാസന കുറിക്കൊണ്ടു അർജുനൻ കുറച്ചും കൂടി പക്വതയുള്ളവനായിട്ട് മാറി. LKG-യിൽ നിന്ന് ആ ലോവർ പ്രൈമറിയിൽ നിന്ന് അപ്പർ പ്രൈമറിയിലേക്ക് പ്രവേശിച്ച ഒരു കുട്ടിയെ പോലെയായി അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. എന്നാലും ഇപ്പോഴും വ്യാമോഹമൊന്നും അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ടില്ല. സമ്മോഹം, വ്യാമോഹം, മൂഢത, ദൈന്യം, ചാബല്യം ഇതെല്ലാം ഇപ്പോഴുമുണ്ട്. കാരണം ഇതെല്ലാം അജ്ഞാനത്തിൽ നിന്നാണ് ഉളവാകുന്നത്. വേറെ വേറെയായിട്ടാണ് കണക്കാക്കുന്നത്. ഭൗതിക ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ആരാണെന്നോ ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ ഇവർ ആരാണെന്നോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോ എന്റെ ബന്ധുമിത്രാദികളാണ്, അവരെ ഞാൻ എപ്രകാരമാണ് വധിക്കുക? ആത്മാവിന് നാശമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്രകാരം വ്യാമോഹത്താൽ, സമ്മോഹത്താൽ, മമത്വബോധത്താല് വികാരാവേശനായിട്ടുള്ള അർജുനനെ ഭഗവാൻ കണക്കിന് ശാസിച്ചു. അദ്ദേഹത്തിന്റെ മാനസിക തലത്തിലെല്ലാം വ്യത്യാസം വന്നു തുടങ്ങി. അവസാനം വാദപ്രതിവാദങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. മനസ്സിലായി, ഗോവിന്ദൻ അതൊന്നും അംഗീകരിക്കുന്നില്ല, നിശേഷം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അത് അനാര്യചൂഢമാണ്, ഇത് ആര്യന്മാർക്ക് ചേർന്നതല്ല, അസ്വർഗ്യമാണ്, ഇത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല, നിന്റെ പേരും പ്രശസ്തിയുമെല്ലാം ഇത് നശിപ്പിക്കും. അതുകൊണ്ട് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുവാൻ, ഗോവിന്ദനെ ശരണം പ്രാപിക്കുവാനായിട്ട് ആരംഭിച്ചു. ഇവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ ടേണിംഗ് പോയിന്റ്. ഒന്നാമത്തെ. രണ്ടാമത്തെ, വിശ്വരൂപ ദർശനമെല്ലാം കണ്ട സമയത്ത്
ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ക്ഷരപുരുഷന്മാർക്കും അക്ഷരപുരുഷന്മാർക്കും അതീതനാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ഭഗവാനെ ഭക്തൻ എന്ന നിലയിൽ ശരണം പ്രാപിക്കുന്നു. അത് രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്. ഇവിടെ തന്റെ കൂടെയുള്ള സമകാലീനനായിട്ടുള്ള തന്റെ അമ്മാവന്റെ മകനായിട്ടുള്ള ഗോവിന്ദൻ ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല, ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, അദ്ദേഹം ഒരു ആധ്യാത്മിക ഗുരുവും കൂടിയാണ്. തന്റെ അജ്ഞാനത്തെ നീക്കം ചെയ്യുവാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അർജുനൻ ഇവിടെ ഗോവിന്ദനെ ശരണം പ്രാപിക്കുന്നു. തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറയുകയും തന്റെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ എല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നു. ഒരു വൈദ്യരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നാം എപ്രകാരമാണ് നമ്മുടെ അവസ്ഥ പറഞ്ഞ് ഡോക്ടറെ രക്ഷിക്കണേ, ഡോക്ടറല്ലാതെ വേറൊരു മാർഗമില്ല, എനിക്ക് എന്റെ വേദനകളെല്ലാം മാറ്റിത്തരണേ, എന്റെ അസുഖമെല്ലാം മാറ്റിത്തരണേ എന്ന് പറയുന്ന പോലെ തന്റെ മനോനില ഇവിടെ തുറന്നു പറയുകയാണ് അർജുനൻ ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു അർജുനന്റെ അസുഖങ്ങള് നമുക്ക് നോക്കാം അല്ലെ. പേര് തന്നെ അർജുന വിഷാദ യോഗം അല്ലെങ്കിൽ അർജുന വിഷാദ രോഗം എന്നാണ് ഈ കഴിഞ്ഞ അധ്യായത്തിന്റെ പേര് തന്നെ. അപ്പൊ ആ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ രോഗമാണ് ഇവിടെ വൈദ്യരോട് പറയാൻ പോകുന്നത്. ജഗദ്ഗുരുവായിട്ടുള്ള കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, ലോകവൈദ്യനായിട്ടുള്ള ഗോവിന്ദനോട് പറയാൻ പോകുന്നത്, ഋഷികേശനോട്. അങ്ങനെ ഭഗവാൻ അർജുനന്റെ രോഗത്തിനുള്ള മരുന്നും നിർദ്ദേശിച്ചു. അങ്ങനെ ലോകത്തില് ആകമാനമുള്ള ജനങ്ങളുടെ ആ സമ്മൂഢത, വ്യാമോഹം, കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എല്ലാം മാറ്റാനുള്ള ഒരു മരുന്നാണ് നമ്മുടെ സർവവേദ വേദാന്ത സാരസർവസ്വമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത. അങ്ങനെ ഭഗവത്ഗീത ഉപദേശിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വേദവ്യാസ മഹർഷി നമ്മളെ കൊണ്ടുപോകുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകം. ഇവിടെ അർജുനൻ തന്റെ അവസ്ഥ ഭഗവാനോട് പറയുന്നു. കാർപണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേധ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വാം പ്രപന്നം. അങ്ങനെ വളരെ വിഷമിച്ചിട്ട് അല്ലെ. നേരത്തെ വിഷാദത്താലാണ് കരച്ചിൽ വരുന്നത്. ഇവിടെ അജ്ഞാനത്താല് എനിക്ക് ജ്ഞാനം ലഭിക്കണമേ, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് സർവാത്മന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളായിട്ടാണ് ഇവിടെ പറയുന്നത്. വിവർത്തനം. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് അങ്ങ് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. ഭാവാർത്ഥം, പർപ്പട്ട്. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം. ഭാവാർത്ഥം എഴുതി അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ അടിവെപ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയാചാര്യന്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊടുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യുന്നു. നമ്മൾ സംഭ്രാന്തരാകുന്നു. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം നേടാനുമായി കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വാസിനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംഭ്രമങ്ങളിൽപ്പെട്ട് ഉഴലാതെ ഇതിന്റെ സാരം. ഇപ്പൊ തന്റെ മാനസികാവസ്ഥ തുറന്നു പറയുകയാണ്. നമ്മളെല്ലാവരും തന്നെ ഇവിടെ ആരും തന്നെ ഇതിൽ നിന്ന് മുക്തരല്ല. എല്ലാവരും ഈ ഭൗതിക പ്രകൃതിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും അഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ അടിമകളായിട്ടാണ്, സത്വരജോ തമോ ഗുണങ്ങളാൽ അടിമകളായിട്ടാണ് കഴിയുന്നത്. അവരെ ഉദ്ധരിക്കണമെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ആവശ്യമുണ്ട്. അതാണ് ഗുരുശിഷ്യ പരമ്പരയുടെ ഏറ്റവും മഹത്വം. അതുകൊണ്ടാണ് എല്ലാവരോടും ദീക്ഷയെടുക്കണം, ഗുരുശിഷ്യ പരമ്പരയിൽ പെടണം. എങ്ങനെയുള്ള ഗുരു ആയിരിക്കണം? കണ്ണിമുറിയാത്ത ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ഏതെങ്കിലും സമ്പ്രദായത്തിലെ
ആ കണ്ണി മുറിയാത്തൊരു ഗുരുവിൽ നിന്നായിരിക്കണം ദീക്ഷയെല്ലാം സ്വീകരിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം നമ്മളെ തീർച്ചയായിട്ടും ആ പരമപദത്തിലേക്ക്, ശ്രേയസിലേക്ക്, മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഇവിടെ അർജുനന് എന്താണ് ദോഷമുണ്ടായിരിക്കുന്നത്? വലിയൊരു ദോഷമാണ് അർജുനൻ. എന്താണ്? കാർപ്പണ്യദോഷോ. അലയോ ഗോവിന്ദ, ഋഷികേശ, മാധവ, മധുസൂദന, എനിക്ക് കാർപ്പണ്യദോഷം വന്നിരിക്കുന്നു. എന്താണ് കാർപ്പണ്യദോഷം? കൃപണന്റെ ദോഷം. കൃപണന്റെ ദോഷം, കൃപണന്മാർക്ക് വന്നു ചേരുന്ന ദോഷമാണ് കാർപ്പണ്യദോഷം. ആരാണ് കൃപണന്മാര്? പിശുക്കന്മാര്, ചാബല്യമുള്ളവര്, അജ്ഞാനികള്. സാധാരണ ഭാഷയിൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നാം എടുക്കുന്നത് ഭഗവത്ഗീതയാണ്, സർവവേദ വേദാന്ത സാരസർവസ്വമാണ്. അപ്പൊ അത് പിശുക്കെന്നോ ചാബല്യമെന്നോ ദൈന്യതയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാളും മഹത്തരമായിട്ടുള്ള എന്തോ കാര്യമാണ് ഈ കാർപ്പണ്യദോഷം. വേദവ്യാസ മഹർഷി നമ്മളെ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്കൊന്നും കൊണ്ട് ചാടിക്കില്ല. 700 ശ്ലോകങ്ങളും മഹത്തരങ്ങളാണ്. 700 രത്നങ്ങളായിട്ട്, കോഹിനൂർ രത്നങ്ങളായിട്ട്, അല്ലെങ്കിൽ മാണിക്യം, മരതകം, ഇന്ദ്രനീല രത്നങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ഇവിടെ കാർപ്പണ്യദോഷം നല്ല പോലെ വിശദീകരിക്കുന്നത് ബൃഹദ്ധാരണിക ഉപനിഷത്തിലാണ്. ബൃഹദ്ധാരണിക ഉപനിഷത്തില് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉപനിഷത്താണ്. വലിപ്പം കൊണ്ട്, ശ്ലോകങ്ങളുടെ എണ്ണം കൊണ്ട്, അതുപോലെ തന്നെ അതിലെ ആശയങ്ങളെ കൊണ്ട്. ഏകദേശം മറ്റു പ്രധാന ഉപനിഷത്തുകളെല്ലാം എണ്ണിയാലും ഈ ബൃഹദ്ധാരണിക ഉപനിഷത്തിന്റെ ശ്ലോക സംഖ്യയുടെ ഏകദേശം അടുത്ത് വരും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന്റെ മഹത്തരം, വലിപ്പം. മഹത്വാത് ഭാരവത്വാച്ച് അങ്ങനെ പറയുന്നത്. അപ്പൊ അതില് യാജ്ഞവൽക്യ മഹർഷി തന്റെ സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം തന്റെ പത്നിമാരായിട്ടുള്ള മൈത്രേയി, കാത്യായനി, ഇവർക്ക് രണ്ടുപേർക്കും വിതരണം ചെയ്ത് ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ്. സന്യാസിയാണ്, എന്നാലും പരമമായിട്ടുള്ള ആ ഒരു വിരക്തിയിലേക്ക് പോകുകയാണ്, പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ പോകുകയാണ്. നോക്കൂ, നമ്മുടെ മഹർഷിമാരെല്ലാം കുടുംബസമേതം ആശ്രമങ്ങളിലും കുടിലുകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുമാണ് കഴിഞ്ഞിരുന്നത്. ആരും തന്നെ വിവാഹം കഴിക്കാത്തവരില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കാൻ പോവാ, നിന്നെ ഞാൻ ഉപേക്ഷിക്കും, ഞാൻ കാശിയിലേക്ക് പോകും, ഞാൻ മായാപുരിക്ക് പോകും. എവിടെ പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ നിങ്ങളുടെ വീട് തന്നെ ഒരു ആശ്രമമാക്കിയിട്ട് ഒരു മഹർഷിയെ പോലെ, ഒരു സന്യാസിയെ പോലെ, ഒരു യോഗിയെ പോലെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാ മഹർഷിമാരും മുനിമാരും ഋഷിമാരും എല്ലാവരും ഇതുപോലെയാണ് നമ്മുടെ സനാതന ധർമ്മത്തില് ജീവിച്ചിരുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടുള്ള വിരക്തി പ്രാപിക്കുവാനായിട്ട്, അതായത് ഭാര്യമാരുമായിട്ടുള്ള സകല ബന്ധം ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് അവിടെ വിദേഹരാജ്യത്ത് മിഥിലാപുരിയില് ജനക മഹാരാജാവിന്റെ വലിയൊരു സത്രം നടക്കുന്നത് കേട്ടത്. സമ്മേളനം അല്ലെ, നമ്മുടെ ലീഡർ സമ്മിറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാർഷികം എന്നൊക്കെ പറയണ പോലെ. അപ്പൊ അവിടെ ജനക മഹാരാജാവ് ഭാരതത്തിലുള്ള അംഗം, വംഗം, കലിംഗം, ചോളം, നിഷാദം, വിദേഹം, കാശ്മീരം, അല്ലെ, വൈവർത്തം, അങ്ങനെയുള്ള സകല രാജ്യങ്ങളിൽ നിന്നുള്ള, സകല നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വലിയ മഹർഷിമാരെയും മുനിമാരെയും യോഗിമാരെയും തത്വദർശികളെയും എല്ലാം വിളിച്ചു വരുത്തും വർഷത്തില് ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് സംവാദം ചെയ്യും അവിടെ, അല്ലെ, ആരാണ് ക്യാമൻ എന്ന് നിശ്ചയിക്കാനായിട്ട്. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് വ്യക്തമായിട്ട് മറ്റുള്ളവർ മറുപടി പറയും. ചിലപ്പോ അതില് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, അപ്പൊ അതിന് ചിലര് എതിർക്കും, അപ്പൊ അത് വീണ്ടും വേറൊരാള് അതിന് നല്ല പോലെ വിശദീകരണം നൽകും. ഇങ്ങനെയായിരുന്നു സ്ഥിതി. ജയിക്കുന്നവർക്ക് അനേകം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അതുപോലെ തന്നെ പശു, കുതിര, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സമ്മാനമായിട്ട് ലഭിക്കും. ഇവിടെ ജനക മഹാരാജാവ് പറഞ്ഞു, ആരാണ് ജ്ഞാനി? ഇവിടെ കൂടിയിരിക്കുന്ന 108 പുരോഹിതന്മാരില് അല്ലെങ്കിൽ 108 മഹർഷിമാരില്, മുനിമാരില്, തത്വജ്ഞാനികളില് ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? എല്ലാവരും, അദ്ദേഹം എല്ലാവരെയും തോൽപ്പിക്കണം. ആരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വരരുത്. എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകണം, ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 1000 പശുക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ആ പശുക്കളുടെ പ്രത്യേകത, ഓരോ പശുവിന്റെയും ഓരോ കൊമ്പില് 10 സ്വർണ്ണ നാണയങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. അന്ന കാലത്തെ കുതിരപ്പവൻ, ഇന്നത്തെ പോലത്തെ അല്ല, അന്നത്തെ 10 സ്വർണ്ണ നാണയങ്ങൾ കുതിരപ്പവൻ ഓരോ കൊമ്പിലും കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 1000 പശുക്കളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. എല്ലാവരും പകച്ചു. ജനക മഹാരാജാവ് പറഞ്ഞു, അല്ല, ഇനി നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ,
തോൽക്കുകയാണെങ്കിൽ 1 വർഷം എൻ്റെ അജ്ഞാവർത്തിയായിട്ട് സേവകനായിട്ട് ഈ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വിദേഹ രാജ്യത്ത് കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അപമാനാവും അല്ലെ, രാജാവിന്റെ സേവകനായിട്ട് അവിടെ കഴിയ വേലക്കാരനായിട്ട്. എല്ലാവരും ഭയപ്പെട്ടു, എല്ലാവരും എഴുന്നേറ്റു. ആദ്യം 1000 പശുക്കളെ എന്ന് പറഞ്ഞ മാതിരി. രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഒഴിക്കുന്ന അവിടെ അതേപോലെ തന്നെ ഇരുന്നു. പക്ഷെ ഒരാള് മാത്രം ഇരുന്നില്ല. ആരായിരുന്നു? യാജ്ഞവൽക്യ മഹർഷി. മൈത്രേയെയും കാത്യായനെയും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ബഹുശാല പ്രതിഭയായിട്ടുള്ള യാജ്ഞവൽക്യ മഹർഷി മാത്രം ഇരുന്നില്ല. അദ്ദേഹം തന്റെ ശിഷ്യനായിട്ടുള്ള 100 ശിഷ്യന്മാരോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സാമശ്രവൻ എന്ന ആ ശിഷ്യനോട് പറഞ്ഞു, സാമശ്രവ, 1000 പശുക്കളെയും നമ്മുടെ ആശ്രമത്തിലേക്ക് നീ തെളിച്ചു കൊണ്ടുപോയിക്കോളൂ. സൂര്യാസ്തമയമാവുമ്പോഴേക്കും നീ ആശ്രമത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം തൊഴുത്തിൽ പോയിട്ട് പശുക്കളെയെല്ലാം കെട്ടഴിച്ച് കൊണ്ടുപോകാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് അവിടെയുള്ള മറ്റുള്ളവരെല്ലാം ചാടി എഴുന്നേറ്റു. താങ്കൾക്ക് എന്ത് അധികാരമാണ് ഈ പശുക്കളെ കൊണ്ടുപോകാനായിട്ട്? ചോദ്യമേ ചോദിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ എഴുന്നേറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾക്ക് ചോദിക്കാനുള്ളവർക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു തരാം എന്ന് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കുന്ന അനേകം ബഹുതല പ്രതിമകളായിട്ടുള്ള ശകലന്റെ പുത്രനായിട്ടുള്ള വിദഗ്ധൻ, അതുപോലെ തന്നെ വാജക്ഷ്ണുവിന്റെ പുത്രി ഗാർഗി, ഇവരെല്ലാം വേദാന്തികളും അതുപോലെ തന്നെ തത്വദർശിനികളും എല്ലാമായിരുന്നു. അവരെല്ലാം ഓരോരുത്തരും 3-4 ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ഇവിടെ അവസാനമായിട്ട് ഗാർഗി ചോദിക്കുകയാണ്, എവിടെയാണ് ഈ സകല ജ്ഞാനവും നിലകൊള്ളുന്നത്? ആകാശത്തില്. ആരാണ് കൃപണൻ, ആരാണ് ബ്രാഹ്മണൻ? ഈ 2 ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ ഗാർഗിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഈ കാർപ്പണ്യദോഷത്തിന്റെ ഉത്തരമായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, യോവാ ഏതദക്ഷരം ഗാർഗി വിദിത്വാത് മാലോകാത് സാ പ്രൈതി സകൃപണഃ. ആരാണ് പരിശുദ്ധമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ടും അക്ഷരമായിട്ടുള്ള നാശരഹിതമായിട്ടുള്ള പരമപദത്തെ അറിയാതെ, ഈശ്വരനെ അറിയാതെ, ബ്രഹ്മത്തെ അറിയാതെ, പരമാത്മാവിനെ ഭഗവാനെ അറിയാതെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ശരീരം വിട്ടു പോകുന്നത്, അവനെ കൃപണൻ എന്ന് പറയുന്നു, പിശുക്കൻ എന്ന് പറയുന്നു, അജ്ഞാനി എന്ന് പറയുന്നു, മൂഢൻ എന്ന് പറയുന്നു. കാരണം 84 ലക്ഷം ജീവയോനികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. എത്രയോ സുഹൃതം കൊണ്ടാണ് ഇതെല്ലാം ലഭിക്കുന്നത്. എന്നിട്ടും ആ മനുഷ്യജന്മത്തിന്റെ മഹിമ തിരിച്ചറിയാതെ മൃഗതുല്യമായിട്ടുള്ള ജീവിതം നയിച്ച്, മൃഗങ്ങള് 4 കാലാണ്, മനുഷ്യന് 2 കാലേ ഉള്ളൂ. ഇതാണ് ഒരു വ്യത്യാസം. അവനെ ഇരുകാലി മൃഗം എന്ന് വിളിക്കണം, അല്ലെ? അവനും ജനിക്കുന്നു, മൃഗവും ജനിക്കുന്നു. അവന്റെ വീട്ടിലെ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ പശുവോ ആരെ ആയിക്കോട്ടെ, അവനും ഭക്ഷണം കഴിക്കുന്നു, അവന്റെ വീട്ടിലെ ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കുന്നു, അവനും ഉറങ്ങുന്നു, മറ്റവരും ഉറങ്ങുന്നു. ഇവന് ഭയമുണ്ട്, അവയ്ക്കും ഭയമുണ്ട്, അല്ലെ? അവയും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇവനും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവനും ജരാനരകള് വാർദ്ധക്യം ബാധിക്കുന്നു, അവയ്ക്കും ബാധിക്കുന്നു. അവ ഈ ഭൗതിക ലോകത്ത് നിന്നൊരു ദിവസം വിട്ടുപോകുന്നു, ഇവനും ഈ ഭൗതിക ലോകത്ത് നിന്നൊരു ദിവസം വിട്ടുപോകുന്നു. എന്താണ് വ്യത്യാസമുള്ളത്? യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇവനും മൃഗമായിട്ട് കണക്കാക്കണം. ഇവൻ ഇരുകാലി മൃഗമാണ്, മറ്റുള്ളവരെല്ലാം 4 കാലി മൃഗങ്ങളാണ്. അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷേ ആരാണ് ആ അക്ഷരബ്രഹ്മത്തെ മനസ്സിലാക്കുന്നത്, പരമപുരുഷാർത്ഥമായിട്ട് മോക്ഷത്തെ മനസ്സിലാക്കുന്നത്, ധർമ്മ അർത്ഥ കാമമോക്ഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം നിസാരമാണ്, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുകയുള്ള, നിസാരമാണ്, ലളിതമാണ്, വ്യർത്ഥമാണ്, പരമപദമാണ് എൻ്റെ ശ്രേഷ്ഠമായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് മാർഗദർശികളായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആചാര്യന്മാരെ ശരണം പ്രാപിച്ച് വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം പഠിച്ച് അതിൽ പൂർവാധികം ശ്രദ്ധയോടുകൂടി ഭഗവത് ഭക്തിയുത സേവനമെല്ലാം നടത്തി ആ പരമപദത്തിലേക്ക് ആരാണ് നീങ്ങുന്നത്, പ്രയാണം ആരംഭിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം, വാഞ്ച ഉടലെടുക്കുന്നത് സബ്രാഹ്മണഃ. യാ ഏതദക്ഷരം ഗാർഗി വിദിത്വാത് മാലോകാ സബ്രാഹ്മണഃ. അറിയുന്നവനെ ബ്രാഹ്മണനെന്നും
അറിയാൻ താല്പര്യമില്ലാത്തവനെ കൃപണൻ എന്നും പറയുന്നു എന്നാണ് ഗാർഗിക്ക് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് മറുപടി നൽകിയത് ബൃഹദ്ധാരണിക ഉപനിഷത്തിൽ. അപ്പൊ ഇവിടെ അർജുനന് ആ കൃപണ ദോഷമാണ് വന്നിരിക്കുന്നത്. ആ കൃപണന്റെ ദോഷമാണ് കാർപ്പണ്യദോഷം. നമുക്കെല്ലാവർക്കും തന്നെ അല്ലെ, നമ്മളും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അർജുനന്റെ അതേ അവസ്ഥയിലായിരുന്നു. കൃപണന്മാരായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ ബ്രാഹ്മണന്മാരായിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെങ്കിൽ അതാതോ ബ്രഹ്മജിജ്ഞാസ, ആ ബ്രഹ്മജിജ്ഞാസയുള്ള ഒരു വിദ്യാർത്ഥി, വേദാന്ത വിദ്യാർത്ഥി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ നിങ്ങൾ പൂർണ്ണമായിട്ടും ജ്ഞാനം ഗ്രഹിച്ചില്ലെങ്കിൽ. അപ്പൊ ഇതാണ് കൃപണനും ബ്രാഹ്മണനും തമ്മിലുള്ള വ്യത്യാസം, ആരും മറക്കരുത്. അങ്ങനെ കൃപണന്റെ ദോഷം, കാർപ്പണ്യദോഷം വന്നതുകൊണ്ട് എന്താണ്? ഉപഹത സ്വഭാവ, എന്റെ സ്വഭാവമെല്ലാം കെട്ടുപോയിരിക്കുന്നു അല്ലെ. എല്ലാവരും രണ്ട് അവസ്ഥകളിൽ കൂടെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന് രണ്ട് അവസ്ഥകളാണുള്ളത്. ഒന്ന് സ്വരൂപാവസ്ഥ, അവന്റെ സ്വരൂപം. പിന്നെന്താണ്? സ്വഭാവസ്ഥ, അവന്റെ സ്വഭാവം. സ്വരൂപം മാറില്ല. സ്വരൂപം എന്താണ്? അവനാത്മാവാണ്, ജീവനാണ്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലെ. നീ ജീവാത്മാവാണ്. ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം വലിപ്പമുള്ള ആ സത്ത് ചിത്ത് ആനന്ദ സ്വഭാവമായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമായിട്ടുള്ള ജീവഗണങ്ങളാണ് പരാപ്രകൃതി. അതാണ് നമ്മളെല്ലാവരും. അതാണ് നമ്മുടെ സ്വരൂപം, ജീവസ്വരൂപം. ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസഹ, ജീവന്റെ സ്വഭാവം, സ്വരൂപം എന്താണ്? ഇവിടെ നിത്യദാസനാണ്. അങ്ങനെ ഭഗവാന്റെ നിത്യദാസനാണെന്ന് മനസ്സിലാക്കിയിട്ട്, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമാണെന്ന് മനസ്സിലാക്കിയിട്ട്, ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം, തന്റെ യജമാനനായിട്ടുള്ള, തന്റെ നിയാമകനായിട്ടുള്ള, തന്റെ ബീജത്തിന്റെ ഉൽപ്പത്തി ഹേതുവായിട്ടുള്ള ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുക. അതാണ് ജീവാത്മാവിന്റെ സ്വരൂപം, കടമ. ഇനി സ്വഭാവം എന്താണ്? അത് മാറി മാറി വരും നമുക്ക് അല്ലെ. ഭാവം, അഹംഭാവം വരുന്ന സമയത്ത് നമ്മുടെ ഭാവമെല്ലാം മാറി മാറി വരും. അങ്ങനെ മാറി മാറി വരുന്ന സ്വഭാവത്തെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, സത്വരജോ തമോ ഗുണങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സകല ഗുണങ്ങളും ലഭിച്ചിരിക്കുന്ന ഒരു പരിധി വരെ ഞാൻ ആ ഭഗവാന്റെ നിത്യദാസനാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയാൽ മാത്രമേ എനിക്ക് സുഖവും ശാന്തിയും ലഭിക്കുകയുള്ളൂ എന്നുള്ള ആത്മവിചാരത്തോടുകൂടി ആത്മാന്വേഷണം ചെയ്ത് ആത്മസാക്ഷാത്കാരം ലഭിച്ച് ആ പരമപദത്തിലെത്തുവാനായിട്ട് ശ്രമിക്കണം. ഇതാണ് ഓരോരുത്തരുടെയും കടമ. പക്ഷെ ഇവിടെ കാർപ്പണ്യദോഷം വന്നിരിക്കുന്നു. കാർപ്പണ്യദോഷം വന്നതുകൊണ്ട് എൻ്റെ സ്വഭാവവും കെട്ടുപോയിരിക്കുന്നു. ശരിയേത് തെറ്റേത് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ധർമ്മമേതാണ് അധർമ്മമേതാണ്, സത്യമേതാണ് അസത്യമേതാണ്, എന്താണ് എൻ്റെ ധർമ്മം സ്വധർമ്മം, എന്താണ് പരധർമ്മം, ഇതൊന്നും എനിക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ സ്വഭാവമെല്ലാം കെട്ടുപോയിരിക്കുന്നു. ആകെ മാലിന്യം വന്നു ചേർന്നിരിക്കുന്നു. ധർമ്മസമ്മൂഢ ചേതഹ, എൻ്റെ ചേതസ്, എൻ്റെ അന്ധകരണം, എൻ്റെ മനസ്സ് ധർമ്മസമ്മൂഢ, സമ്മൂഢത ബാധിച്ചിരിക്കുന്നു. മൂഢത, വെറും മൂഢതയല്ല, സമ്മൂഢത അതിന്റെ ഹെഡ് ഓഫീസായിട്ട് മാറിയിരിക്കുന്നു. ഏതിന്റെ? ധർമ്മമേതെന്നും അധർമ്മമേതെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു അല്ലെ, എന്തിനാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നത്? എന്തിനാണ് ഓൺലൈൻ ക്ലാസ്സുകളിലെല്ലാം കയറുന്നത്? എന്തിനാണ് സത്സംഗത്തിന് പോകുന്നത്? എന്തിനാണ് ദീക്ഷ സ്വീകരിക്കുന്നത്? എന്തിനാണ് മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരുമായിട്ട് സഹവാസം പുലർത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ഒരു ശ്ലോകത്തിൽ കൂടെ വേദവ്യാസ മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. കാരണം നമുക്ക് അസുഖമുണ്ട്. എന്താണ് നമ്മുടെ അസുഖം? കാർപ്പണ്യദോഷം, കൃപണത, ധർമ്മസമ്മൂഢചേത, ഉപഹത സ്വഭാവ. ഈ 3 അസുഖങ്ങളും നമ്മൾക്ക് വന്നിരിക്കുന്നു. അസുഖം വന്നാൽ എവിടേക്ക് പോകണം? ഒരു വിദഗ്ധനായിട്ടുള്ള ഡോക്ടറുടെ അടുത്തേക്ക്, വൈദ്യരുടെ അടുത്തേക്ക് പോകണം. ആരാണ് വൈദ്യര്? ആധ്യാത്മിക ഗുരു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അങ്ങനെ എൻ്റെ അജ്ഞാനം അല്ലെ, എൻ്റെ കണ്ണുകളിൽ അജ്ഞാനമാകുന്ന ആ തിമിരം ബാധിച്ചിരിക്കുന്നു. ദയവ് ചെയ്തിട്ട് ആ തിമിരത്തെ എടുത്തു കളഞ്ഞാലും വ്യക്തത കിട്ടാനായിട്ട്, യഥാർത്ഥമായിട്ട് വസ്തുക്കളെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമായിരിക്കുന്നു. സത്വരജോ തമോ ഗുണങ്ങളില്
പ്രകാശിതമാവേണ്ട എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രകാശം കുറഞ്ഞ് അവിടെ അന്ധത ബാധിച്ചിരിക്കുന്നു. ആ കണ്ണിന് കാഴ്ചശക്തി കിട്ടിയാൽ എനിക്ക് ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കാം. എങ്ങനെയുള്ള അന്ധതയാണ് ബാധിച്ചിരിക്കുന്നത്? അജ്ഞാനമാകുന്ന അന്ധത. അത് ആർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ? എൻ്റെ ഗുരുവിന്, എൻ്റെ ആചാര്യന് മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആചാര്യനെ ശരണം പ്രാപിച്ചിരിക്കുന്നത്, ഞാൻ സത്സംഗത്തിൽ പോകുന്നത്. നോക്കൂ, ആര്, എന്തിന്, എപ്പോൾ. ഇനി എന്താ ചെയ്യേണ്ടത്? യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ. എനിക്ക് ശ്രേയസ്സിന് അധികാരമായത് യാതൊന്നാണോ എൻ്റെ പരമപദ പ്രാപ്തിക്ക് അർഹമായത് അത് നിശ്ചയമായിട്ടും അങ്ങ് ഉപദേശിച്ചു തരണം. എന്താണ് ഗുരുവിനോട് ചോദിക്കേണ്ടത്? ഇത് തന്നെ അല്ലെ. ആര്, എന്തിന്, എപ്പോൾ, എന്ത് ചോദിക്കണം. ആദ്യം പറഞ്ഞു അവരവർക്ക് അസുഖമുണ്ടെന്ന് മനസ്സിലാക്കുക, ഞാനൊരു മനോരോഗിയാണ്, അല്ലെങ്കിൽ ഞാനൊരു മൂഢനാണെന്ന് മനസ്സിലാക്കുക, എനിക്കൊന്നും തന്നെ അറിയില്ല. അറിവ് കിട്ടാനാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്? സത്സംഗത്തിലേക്ക്, മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാര് സഹവസിക്കുന്നവരേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവരോട് തുറന്നു പറയുക. എന്ത്? എനിക്ക് ശ്രേയസ്സിനുള്ളത് പറഞ്ഞു തന്നാലും, എനിക്കിതെല്ലാം അറിയുവാനുള്ള ആഗ്രഹമുണ്ട്, ദയവ് ചെയ്ത് പഠിപ്പിച്ചു തന്നാലും. എപ്രകാരമാണ്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി ദേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ഇനി പറയാൻ പോകുന്നുണ്ട്, അപ്പൊ നമുക്കതിനെ വിശദീകരിക്കാം. അപ്പൊ ഇതുപോലെ ഒരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടിട്ട് തന്റെ ശ്രേയസ്സിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാൻ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുക. ജീവിതത്തില് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒന്ന് ശ്രേയസ്, രണ്ട് പ്രേയസ്. പ്രേയസ് പ്രകർഷേണ യശഃ, പേര് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സ്ഥാനമാനങ്ങള്, പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാകാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഏതൊക്കെയാണ്? പണം, അല്ലെ, ധനം, അധികാരം, വീട്, സ്ഥലം, കെട്ടിടങ്ങള്, വാഹനം, ഭൗതിക വസ്തുക്കള്, സൗന്ദര്യം, ശക്തി, ഇതൊക്കെ. അപ്പൊ പ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായിട്ടുള്ള ആ ഐശ്വര്യാദി ലക്ഷണങ്ങള്. ശ്രേയസ് എന്താണ്? പരമപദപ്രാപ്തിയിലേക്കുള്ള നമ്മുടെ ആ ഉദ്ധാരണം, ആരോഹണം. അതാണ് ഒന്ന് ആധ്യാത്മികമായത്, ഏത്? ശ്രേയസ്. ഒന്ന് ഭൗതികമായത്, അത് പ്രേയസ്. അപ്പോ പ്രേയസ് ലളിതമാണ്, നിസാരമാണ്, അല്ലെ, അതിനൊന്നും നിലനിൽപ്പില്ല. അത് നശ്വരമാണ്. ബ്രഹ്മലോകമോ, സ്വർഗലോകമോ, പിതൃലോകമോ, ജനലോകമോ, മഹർലോകമോ, നാഗലോകമോ, ശിവലോകമോ, സൂര്യലോകമോ, ഏത് ലോകത്തേക്ക് പോയാലും നിങ്ങൾക്ക് സുഖമെല്ലാം കിട്ടും. അനേക വർഷക്കാലം, കൽപ്പാന്തത്തോളം അവിടെ കഴിയാനായിട്ടൊക്കെ പറ്റും നിങ്ങൾക്ക് ചിലപ്പോ. പക്ഷേ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടേക്ക് വരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പ്രേയസിന് അമിതമായിട്ടുള്ള പ്രാധാന്യം നമ്മുടെ മഹർഷിമാരോ മുനിമാരോ കൊടുക്കാറില്ല. പിന്നെ എന്തിനാണ് ആ തിരിച്ചുവരവില്ലാത്ത ലോകത്തിലേക്കുള്ള യാത്ര? ശ്രേയസ്, പരമപുരുഷാർത്ഥം, മോക്ഷം, പരമമായ ശാന്തി. യാതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചുവരവില്ലയോ, അതിനെയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ രണ്ടും വേണ്ടി വന്നേക്കാം. പക്ഷെ അന്ത്യകാലത്തിൽ അവരെന്താണ് വേണ്ടത്? ശ്രേയസ് തന്നെ. ഇവിടെ പറയാണ്, അല്ലയോ ഗോവിന്ദ, എനിക്ക് പേരും പ്രശസ്തിയും ഒന്നും വേണ്ട, 77 വയസ്സായി, അല്ലെ, എല്ലാ സുഖഭോഗങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതെല്ലാം വ്യർത്ഥമാണ്, അതെല്ലാം നിസാരമാണ്, ക്ഷണികമാണ്, തുച്ഛമാണ്. എന്നെ സംബന്ധിച്ച് ഒന്നും വേണ്ട എനിക്ക്. ത്രിലോകങ്ങളും കിട്ടിയാലും എനിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. എൻ്റെ ഈ ദുഃഖത്തെ അകറ്റുവാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് തരണം? ശ്രേയസിനെ പറ്റിയിട്ടുള്ളത് എന്താണ്? എനിക്ക് പൂർണ്ണമായിട്ടുള്ള ശാന്തിയെ ലഭിക്കുവാനായിട്ട് കിട്ടേണ്ടത് ശ്രേയസ്. അതിനെ ഉപദേശിച്ചു തന്നാലും അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അത് ഇവിടെ അർജുനൻ പറഞ്ഞു തരുന്നു. എന്താണ്? ശിഷ്യതേ അഹം ശാദിമാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, സർവാത്മനാ സർവദാ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശാദിമാം ത്വാം പ്രപന്നം, ദണ്ഡ നമസ്കാരം ചെയ്ത് അവിടെ ഭഗവാനെ ശരണം പ്രാപിച്ചു. ത്വാം പ്രപന്നം, അല്ലെ, ഞാൻ അങ്ങയെ പൂർണ്ണനായിട്ട് അതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ആളുകൾക്ക് സുഖം എന്താണ്? പ്രപന്ന പാരിജാതായ
പ്രപന്നന്മാർക്ക് തന്നെ ശരണം പ്രാപിച്ചവർക്ക് അദ്ദേഹം എന്ത് സമ്മാനമായിട്ട് കൊടുക്കും? പാരിജാതം, പാരിജാത വൃക്ഷം, കൽപ്പവൃക്ഷം, കൽപ്പവൃക്ഷം സമ്മാനമായിട്ട് കൊടുക്കും. ഇനി തന്നെ ശരണം പ്രാപിക്കാത്തവർക്ക് തോത്ര വേത്രേക ബാണയ, ചാട്ടവാറ് കൊണ്ടുള്ള അടി. അല്ലെ, ഇവിടെ അർജുനൻ ശരണം പ്രാപിക്കുന്നതിന് മുന്ന് ഭഗവാന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടി, 2 ചാട്ടവാറടി കിട്ടി. അല്ലെ, കുതസ്ഥ കഷ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരിജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമപ്പാർത്താനൈതത്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോതിഷ്ഠ പരന്തവ. 2 അടി കിട്ടി. തോത്രവേത്രേ കബാണയേ. പക്ഷെ ശരണം പ്രാപിച്ച ആൾക്ക് ഇനി അടിക്കാൻ പാടൂ? അയ്യോ, ശരണം പ്രാപിച്ചവനാണ് പ്രപന്ന പാരിജാതായ, അവന് പാരിജാത വൃക്ഷമാണ് കൊടുക്കേണ്ടത്, ഏറ്റവും ശ്രേഷ്ഠമായതും സൗന്ദര്യമുള്ളതും സുഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള. അപ്പോ ഭഗവാന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ഇനി വ്യത്യാസം വരുന്നത് കാണാം. കാരണം നേരത്തെ ചീത്ത പറഞ്ഞത് തന്നെ ശരണം പ്രാപിക്കാത്തത് കൊണ്ട്. ശരണം പ്രാപിക്കാത്തവനെ നമുക്ക് വേണമെങ്കിൽ ചീത്തയ്ക്കും പറയാം. ശരണം പ്രാപിച്ചവരെ ഒന്നും പറയാൻ പാടില്ല. അവരെ എപ്പോഴും നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം. ഇവിടെ ആ ഭഗവാന്റെ കാഴ്ചപ്പാട് ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെ സർവാത്മന പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ആ ശിഷ്യനെ എന്ത് ചെയ്യണം? ശാസിക്കണം, അടിച്ചു പഠിപ്പിക്കണം. പണ്ട് നമ്മളെയൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ചേർക്കണ സമയത്ത് പള്ളിക്കൂടത്തിൽ ആ വിദ്യാലയത്തിലൊക്കെ പോകുന്ന സമയത്ത് വാദ്യന്മാരുടെ അടുത്തേക്ക് പോകുമ്പോ കുട്ടിയെ അടിച്ചു പഠിപ്പിച്ചോളൂ, അടിച്ചു പൊട്ടിച്ചോളൂ എന്നൊക്കെ പറയും. അല്ലെ, ഇന്ന് കുട്ടിയെ തുടരുത്, ദേഷ്യം പറയരുത്, അവൻ ചിലപ്പോ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോ മാഷിനെ ഉപദ്രവിക്കും, വെടിവെച്ച് കളയും, ചിലപ്പോ അല്ലെങ്കിൽ റീത്ത് വെക്കും, അല്ലെങ്കിൽ കസാര കത്തിച്ച് കളയും എന്നൊക്കെ പറയും. നോക്കൂ, നമ്മുടെ ആ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള ആ വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് പാശ്ചാത്യ സമ്പ്രദായത്തിലേക്ക് മാറിയപ്പോഴുണ്ടാകുന്ന ആ വ്യത്യാസം കുട്ടികളുടെ അറിവിലും എല്ലാത്തിലും. അല്ല പ്രഭു, ഇപ്പൊ 100-ൽ 100 കുട്ടികൾക്ക്. ശരി, നല്ല കാര്യം. ധർമ്മത്തിലെ എപ്രകാരമാണ് അവൻ ജീവിക്കുന്നത്? അവന്റെ ജ്ഞാനം, വിദ്യാഭ്യാസം കുഴപ്പമില്ല, അറിവുണ്ട്, അവന് ജ്ഞാനമുണ്ട്. പക്ഷെ അവന്റെ വകതിരിവ്, അവന്റെ മാതാപിതാക്കളോടുള്ള സമീപനം, അധ്യാപകരോടുള്ളത്, അല്ലെങ്കിൽ അയൽവാസികളോടുള്ളത്, അല്ലെങ്കിൽ തന്റെ സമൂഹത്തിനോടുള്ള അവന്റെ പെരുമാറ്റം എപ്രകാരമാണ്? അത് 100-ൽ 100% അയ്യോ, അത് മോശം. പക്ഷെ നമ്മുടെ പണ്ടത്തെ കുട്ടികൾ അങ്ങനെയല്ല. രണ്ടും സമാന്തരമായിട്ട്. ചിലപ്പോ 100-ൽ 100 ഉണ്ടാവില്ല അവന്, 70, 60, 55 അല്ലെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവന് ധർമ്മം എന്തെന്നറിയാം, അവന് വകതിരിവുണ്ട്. സമൂഹത്തിലെ എപ്രകാരമാണ് ജീവിക്കേണ്ടത്, ആരോട് എന്ത് പെരുമാറണം, എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള കഴിവുണ്ട്. ഇന്നതില്ലേ കുട്ടികൾക്ക്? മാതാപിതാക്കൾ അല്ലെ ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്, സ്വന്തം കാര്യം ചിന്താപ്പ. അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വന്നിട്ടുള്ള ഇടിവ്. ഇപ്പൊ ഇവിടെ ഷാദിമാം ത്വാം പ്രപന്നം, ശിഷ്യൻ തന്നെ പറയാ, എന്നെ നല്ല പോലെ അടിച്ചു പഠിപ്പിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അല്ലെ, ആരാ പറയാ ഈ കാലഘട്ടത്തില്? അല്ലെ, ഇന്ന് ആ പൈസക്ക് ജോലി എടുക്കുന്ന ഒരു മാന്ത്രിക ഉപകരണങ്ങളായി, യന്ത്ര ഉപകരണങ്ങളായിട്ട് മാറി. കാരണം പേടിയാണ്, ഭയമാണ് അധ്യാപകർക്ക്. എപ്പോഴാ തിരിച്ചു ഉപദ്രവിക്കാന്ന് പറയാൻ പറ്റില്ല. മാതാ പിതാ ഗുരുദൈവ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ എന്നൊരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ശത്രുഭാവത്തിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശിഷ്യതേ അഹം ശാദിമാം ത്വാം പ്രപന്നം. ഇവിടെ ശിഷ്യൻ തന്നെ സർവാത്മന ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചിട്ട് പറയാണ്, ദയവ് ചെയ്തിട്ട് എന്റെ ശ്രേയസ് എന്താണ് അതിനെ പറഞ്ഞു തന്നാലും നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം അങ്ങേക്കുണ്ട്. അടിച്ചോ ചവിട്ടി കുത്തിയോ എന്ത് ശിക്ഷകൾ തന്നോ, പക്ഷേ അങ്ങ് ശ്രേയസ് ഉപദേശിച്ചു തരണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ലക്ഷ്യം. എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കണം ഓരോ ഭഗവത്ഗീത വിദ്യാർത്ഥിയുടെയും ചിന്ത. മനസ്സിലായോ? എന്നാൽ മാത്രമേ ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഇത് ഓൺലൈൻ ക്ലാസ്സിന് സുഖമായിട്ട് കേൾക്കാം, യാതൊരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് സത്സംഗത്തില് നേരിട്ട് പോയി ആ ആചാര്യനിരിക്കുന്ന ആ വ്യാസാസനത്തിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായിട്ട് ശ്രവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പിന്നെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലേക്കും കയറിക്കോളൂ, കുഴപ്പമില്ല, കോഴ്സിനെല്ലാം കയറിക്കോളൂ. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് ഇവിടെ അർജുനൻ എപ്രകാരമാണ് ഭഗവാനെ ശരണം പ്രാപിച്ചത്, അതുപോലെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ശിക്ഷാഗുരുവിനെയോ ദീക്ഷാഗുരുവിനെയോ ശരണം പ്രാപിച്ചിട്ട്
ആ വ്യാസാസനത്തിലിരുന്ന് കേൾക്കുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അർജുനൻ തന്റെ മാനസികാവസ്ഥയെല്ലാം പറഞ്ഞു, അങ്ങനെ ശരണം പ്രാപിച്ചു. എന്നിട്ട് പറയുകയാണ്, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങ് കേട്ടാലും ഇനി ഞാൻ ഒന്നും തന്നെ അങ്ങയോട് പറയില്ല. കാരണം എന്താണ്? ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ആര് നോക്കിക്കോളും? ഗുരു നോക്കിക്കോളും. പിന്നെ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട ആവശ്യമില്ല. എന്തിനാ പറയണത്? പൂർണ്ണമായിട്ട് ശരണാഗതിയായല്ലോ, അല്ലെ? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയക്ഷ്യാമി മാ ശുചഃ സർവധർമാൻ പരിത്യജ്യ. നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വരാണെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിന്നെ രക്ഷിക്കാം, നിന്നെ ഞാൻ പരമപദത്തിലേക്ക് കൊണ്ടുപോകാം. അല്ല, എൻ്റെ കയ്യിൽ കുറെ ഉണ്ട്, ഞാൻ മുറുകെ പിടിക്കും, ഞാനതൊന്നും വിട്ടുതരില്ല എന്ന് ഒരു ഉള്ളിലൊരു വിചാരം ഉണ്ടെന്ന് വെച്ചാലോ ഒന്നും മനസ്സിലാവില്ല, ഒരു ചുക്കും മനസ്സിലാവില്ല നമുക്ക്. അങ്ങനെ തന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഒരിക്കൽ കൂടി അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം 8 എന്താണ്? നഹി പ്രപശ്യാമി മമാപനുദ്ധ്യാത് ഉച്ചോകമുച്ചോഷണമിന്ദ്രിയാണാം അവാഭ്യ ഭൂമാവസപ്നം മൃതം രാജം സുരാണാമഭിചാധിപത്യം. വിവർത്തനം, ട്രാൻസ്ലേഷൻ: ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുമുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. മതസിദ്ധാന്തങ്ങളെയും നീതിശാസ്ത്രങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള വാദമുഖങ്ങൾ ഒട്ടേറെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആധ്യാത്മിക ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായം കൂടാതെ തന്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അർജുനന് സാധിച്ചില്ല എന്ന് കാണാം. ജീവിതത്തിലെ ചുട്ടുനീട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തന്റെ ജ്ഞാനം കൊണ്ടാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്റെ സഹായമില്ലാതെ വ്യക്തി പരിഹാരം കാണാൻ സാധിക്കുന്നതല്ല. പാണ്ഡിത്യം, ജ്ഞാനം, ഉന്നതസ്ഥാനം ഇവയെല്ലാം പ്രശ്നപരിഹാരത്തിൽ ഉപയോഗശൂന്യമായി തീരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന് മാത്രമേ ഈ കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ. അപ്പോൾ 100% കൃഷ്ണാവബോധമുള്ള ഒരു ആത്മീയ ഗുരു മാത്രമാണ് വിശ്വാസിനെന്നും അദ്ദേഹത്തിന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും എന്ന് വരും. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവാകാൻ സാധ്യമേ അല്ല എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? നഹി പ്രപശ്യാമി മമാപനുദ്ധ്യാത്. എനിക്ക് ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നാ പ്രപശ്യാമി, എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല, കാണുവാൻ സാധിക്കുന്നില്ല. എന്ത്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മമ അഭന്യുധാത്, എൻ്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്താ കാരണം? ഉച്ചോഷണം ഇന്ദ്രിയാണാം. എൻ്റെ സകല ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും മനസ്സാകുന്ന 11ാമത്തെ ഇന്ദ്രിയമാകുന്ന അന്ധകരണത്തെയും എന്താണ്? ഉച്ചോഷണം, വരട്ടുന്നു. ഈ ചീനച്ചട്ടിയിലിട്ടിട്ട് അല്ലെങ്കിൽ ഈ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പൊരിക്കണ പോലെ എന്നെ ഉച്ചോഷണം ചെയ്യുകയാണ്. ശോകഹ, ദുഃഖം വരുന്നു. ദുഃഖം അടിക്കടി ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. കാരണം ദുഃഖത്താൽ ഞാൻ വരളുകയാണ് ചെയ്യുന്നത്. അതിന് അവാഭ്യഭൂമാവസബ്നമൃതം. ഇനി അങ്ങ് വിചാരിക്കുകയാണ് ഈ യുദ്ധമെല്ലാം ചെയ്ത് അർജുന നീ ചക്രവർത്തിയാകൂ, സാമ്രാട്ടാകൂ എന്ന് പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല. സമ്പൽ സമൃദ്ധമായിട്ടുള്ള ശത്രുക്കളൊന്നുമില്ലാത്ത, അല്ല, വസപ്നം ഘൃതം, ശത്രുരഹിതമായിട്ടുള്ള ഇത് മുഴുവൻ കിട്ടിയാലും അല്ല, രാജം സുരാണാമഭിച്ഛാധിപത്യം, സുരന്മാരുടെ, ദേവന്മാരുടെ സ്വർഗലോകം തന്നെ കിട്ടിയാലും, അല്ലെ, ലോകത്തിലെ ഏറ്റവും സുഖമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഉത്തരം? എന്താണ്? സ്വർഗലോകം, അല്ലെ? നല്ല സെറ്റപ്പ് അവിടെ. രംഭ, മേനക, ഉർവശി, തിലോത്തമ അവരുടെ ഡാൻസ് കാണാം, ചിത്രഗുപ്തൻ, മറ്റുള്ളവരുടെ പാട്ട് കേൾക്കാം, നമുക്ക് ഇടയ്ക്ക് സുരാപാനം ചെയ്യാം, ഈ ഗോതമ്പ് വാറ്റിയിട്ടുള്ള സാധനം മദ്യം കഴിക്കാം, അല്ല വേറെ സോമരസം കുടിക്കാം, സോമരത ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള സാധനം കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള മദ്യം കിട്ടും അവിടെ. കൽപ്പവൃക്ഷങ്ങളുണ്ട്, കൽപ്പതാരുക്കളുണ്ട്, അല്ലെ? അങ്ങനെ സുരഭി, സുശീല, നന്ദിനി തുടങ്ങിയിട്ടുള്ള പശുക്കളുണ്ട്. സമ്പൽ സമൃദ്ധമാണ് അവിടെ, വാർദ്ധക്യമില്ല. ത്രിദശന്മാരാണ് ദേവന്മാര്. അവർക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമില്ല. ജരാനരകൾ ബാധിച്ചിട്ടുള്ള ആരെയും കാണാൻ സാധിക്കില്ല. വിയർപ്പില്ല, ദുർഗന്ധമില്ല,
രോഗമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അമൃത് കഴിച്ചാൽ മതി, എല്ലാം ശരിയാവും. മുറിവുകളെല്ലാം ഉണങ്ങും, അംഗവൈകല്യമെല്ലാം മാറിക്കിട്ടും, സുഖമായിട്ട് ഉറങ്ങാം, രാത്രിയും പകലുമില്ല, എന്തു വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിനെ വിളിച്ചാൽ മതി, അദ്ദേഹം വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അങ്ങനെ സുഖലോലുപരായിട്ട് കഴിയാം. അങ്ങനെയുള്ള രാജം സുരാണാം, സുരന്മാരുടെ അല്ലെ, അസുരന്മാരുടെ ശത്രുക്കളായിട്ടുള്ള സുരന്മാരുടെ ലോകം കിട്ടിയാലും എന്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം വരട്ടുന്ന വേദനിപ്പിക്കുന്ന ഈ ഒരു ദുഃഖത്തിൽ നിന്ന് എനിക്ക് മുക്തി ലഭിക്കുന്നില്ല. നവപ്രപശ്യാമി, ഞാൻ കാണുന്നില്ല. ഇതൊന്നും എന്റെ ദുഃഖത്തെ ദൂരീകരിക്കുമെന്ന് ഞാൻ കാണുന്നില്ല ഗോവിന്ദ. എന്തു മാത്രമേ കാണുന്നുള്ളൂ? യശ്രേയസ്യാനിശ്ചിതം, ശ്രേയസ് കൊണ്ട് മാത്രമേ, പരമപുരുഷാർത്ഥം കൊണ്ട് മാത്രമേ, പരമപദപ്രാപ്തി കൊണ്ട് മാത്രമേ ആ പരമമായ ശാന്തി ലഭിക്കുകയുള്ളൂ. വേറെ അങ്ങ് യുദ്ധം ചെയ്യൂ, യുദ്ധത്തിൽ ജയിക്കൂ, നീ രാജാവാവൂ, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ രാജാവാവും, നീ യുവരാജാവാവും, വലിയ ടെൻഷനൊന്നും നീ അനുഭവിക്കേണ്ടി വരില്ല. സുഖമായിട്ട് ചക്രവർത്തി സാമ്രാട്ടായിട്ട് നിനക്ക് ഈ ലോകത്തിൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം, ആരും ചോദ്യം ചോദിക്കാൻ വരില്ല. ശത്രുക്കളെയെല്ലാം നീ കൊന്നൊടുക്കൂ എന്നൊക്കെ പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല. കാരണം ദേവലോകത്തിന്റെ അധിപനായാൽ കൂടെ, അല്ലെങ്കിൽ ഈ 3 ലോകങ്ങളും കിട്ടിയാലും എന്റെ ദുഃഖത്തിന് ഒരു അറുതി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദ കേശവ. അതുകൊണ്ട് അങ്ങ് ഞാൻ ശരണം പ്രാപിച്ച ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ, എനിക്ക് അങ്ങ് ഉപദേശിച്ചു തരേണ്ടത് എന്താണ്? ശ്രേയസാണ്. പ്രേയസ് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട പ്രേയസ്. പ്രേയസ് എനിക്ക് ആവശ്യമേ ഇല്ല. ദേവലോകവും വേണ്ട, പിതൃലോകവും വേണ്ട, ജനലോകമോ ബ്രഹ്മലോകമോ ഒന്നും തന്നെ വേണ്ട. കാരണം ഇവിടെയെല്ലാം ജീവിച്ചാലും എന്റെ ഇന്ദ്രിയങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖമില്ലാതാക്കാൻ എനിക്ക് സാധിക്കില്ല. ദേവന്മാർക്ക് മൃത്യുവില്ല, പക്ഷെ ഭയമുണ്ട് അവർക്ക്. എപ്പോഴാ സുരന്മാര് വരാ, രാക്ഷസന്മാര് വരാന്ന് വിചാരിച്ചിട്ട് അല്ലെ. അവർക്ക് മരണമില്ല, അതവർക്കറിയാം, എന്നാലും ഭയമുണ്ട്. ഭയമില്ലാത്ത അവസ്ഥയെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭയമില്ലാത്ത അഭയരാഹിത്യം എവിടെ മാത്രമേ ഉള്ളൂ? വൈകുണ്ഠാദി ലോകങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആ പരമപദത്തില്, ആ ഗോലോക വൃന്ദാവനത്തിന് മാത്രമേ ഉള്ളൂ, മോക്ഷത്തിന് അർഹമായിട്ട് തീരുന്ന സ്ഥലത്ത്. അതുകൊണ്ട് അങ്ങ് ശ്രേയസാകുന്ന പരമപദത്തെ എനിക്ക് ആ പരമനിരപേക്ഷ സത്യത്തെ കുറിച്ച് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇതൊന്നും എന്നെ നല്ല കാര്യത്തിലേക്ക് നയിക്കുകയില്ല. ഇതൊന്നും എന്നെ യാതൊരു തരത്തിലുള്ള സുഖത്തിനോ ശാന്തിക്കോ സമാധാനത്തിനോ ഹേതുവായിട്ട് ഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ച് വീണ്ടും താടിക്ക് കയ്യും കൊടുത്ത് ഇരിപ്പായി. ധൃതരാഷ്ട്ര മഹാരാജാവിന് സന്തോഷമായി. ഓ, അർജുനൻ യുദ്ധം ചെയ്യില്ല, അദ്ദേഹം അതാ അവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ്. എന്താ സഞ്ജയ, എന്തു സംഭവിച്ചു? പറയൂ, നീ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ആ ശബ്ദമുഖരിതമായിട്ടുള്ള അല്ലെ കോലാഹലങ്ങളെല്ലാം നിറഞ്ഞ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് നമ്മളെ 40 കിലോമീറ്റർ ദൂരെയുള്ള ആ ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് വേദവ്യാസ മഹർഷി വീണ്ടും കൊണ്ടുപോകുകയാണ്. എന്തിന്? സാക്ഷികളുണ്ട്. ഭഗവത്ഗീത പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഇവിടെ അർജുനൻ മാത്രമല്ല, വേറെ കുറെ ആളുകളും കേൾക്കുന്നുണ്ട്. സാക്ഷി വേണമല്ലോ. എന്തിനെങ്കിലും കേസിനോ മറ്റുള്ള വാദപ്രതിവാദങ്ങൾക്കോ എന്തിനേക്കും പോയി കഴിഞ്ഞാൽ സാക്ഷി വേണം, വിറ്റ്നസ് വേണം, അല്ല, പ്രൂഫ് വേണം. അപ്പോ വീണ്ടും നമ്മളെ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള, സ്വന്തം ലേഖകനായിട്ടുള്ള അല്ലെ, സത്യം മാത്രം പറയുന്ന, എല്ലാതിനെയും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന നമ്മുടെ സഞ്ജയൻ ചേട്ടനുണ്ട്. സഞ്ജയൻ ചേട്ടൻ എന്താ പറയുന്നത്? സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീഘേശം ഗുഡാകേശ പരന്തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണിം ബഭൂവഃ. വിവർത്തനം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ, ഞാൻ ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന് ശ്രീകൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ട് അവിടെ ഇരിപ്പായി. ഭാവാർത്ഥം, ആശയ വിശദീകരണം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന് വലിയ സന്തോഷമായിരുന്നിരിക്കണം. എന്നാൽ സഞ്ജയൻ അദ്ദേഹത്തെ പരന്ധഭ എന്ന പദപ്രയോഗം കൊണ്ട് നിരാശപ്പെടുത്തി. കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് വ്രത ദുഃഖത്തിന് അടിമപ്പെട്ടുവെങ്കിലും അർജുനൻ സർവോത്തമ ഗുരുവായ ശ്രീകൃഷ്ണനെ ഒരു ശിഷ്യൻ എന്ന പോലെ ശരണം പ്രാപിച്ചു.
കുടുംബസ്നേഹം മൂലം ഉളവായ മിഥ്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന വിമുക്തനായി ആത്മസാക്ഷാത്കാരത്താൽ അഥവാ കൃഷ്ണാവബോധത്താൽ പ്രകാശിതനായി അർജുനൻ നിശ്ചയമായി യുദ്ധം ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അർജുനൻ ശ്രീകൃഷ്ണന്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുമെന്നത് കൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് നിരാശയ്ക്കേ വഴിയുള്ളൂ. അങ്ങനെ ആ യുദ്ധകളത്തിൽ എന്ത് സംഭവിച്ചു വീണ്ടും വിശദീകരിക്കൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഞ്ജയൻ വന്നും പോയിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇതെല്ലാം നടക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്, അവിടെ അർജുനൻ കേൾക്കുന്നുണ്ട്, രഥത്തിന്റെ മുകളിൽ ഇരുന്ന് ഹനുമാനും കേൾക്കുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ്. ഏവമുക്ത്വാ ഹൃഷീകേശം, ഋഷികേശനായിട്ടുള്ള ഗോവിന്ദനോട്, ശ്രീകൃഷ്ണനോട് ഏവം ഉക്ത, ഇപ്രകാരം പറഞ്ഞിട്ട്, പറയപ്പെട്ടവനായിട്ട്. ആര്? ഗുഡാകേശ പരന്തപ, ഗുഡാകേശനും പരന്തപനുമായിട്ടുള്ള അർജുനൻ ഋഷികേശനായിട്ടുള്ള ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നയോത്സ്യ ഇതി ഗോവിന്ദം, ഗോവിന്ദ ഞാനിനി ധർമ്മയുദ്ധം ചെയ്യുകയില്ല. നയോത്സ്യ അല്ലെ, അങ്ങ് ശ്രേയസ് പറഞ്ഞു തരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുക പോലുമില്ല, എന്റെ ഗാണ്ഡീവം ഞാൻ സ്പർശിക്കില്ല, ആവനാഴിയും ഞാൻ എടുക്കുകയില്ല. നയോത്സ്യ, ഞാൻ യുദ്ധത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. മനസ്സിലായോ? നീ എന്ത് പറഞ്ഞു തരുന്നത് വരെ? എന്റെ ശ്രേയസിനുള്ള മാർഗം ഉപദേശിക്കുന്നത് വരെ, ആ പരമപദപ്രാപ്തിക്കുള്ള മാർഗം ഉപദേശിക്കുന്ന ബ്രഹ്മവിദ്യ, യോഗശാസ്ത്രം, ജ്ഞാനവിദ്യ, ആ ഒരു ആത്മവിദ്യ അങ്ങ് പറഞ്ഞു തരുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യുകയില്ല. വാശിയാണ് ഇവിടെ അർജുനന്. തൂഷ്ണിം ബഭൂവ, എന്നിട്ട് മിണ്ടാതെ മൗനിയായിട്ട് ഇങ്ങനെ വായും ബുദ്ധി വിടിച്ചു. ഞാൻ ഇനി മിണ്ടില്ല, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. ഉക്ത്വാ, ഇപ്രകാരം പറഞ്ഞിട്ട് തൂഷ്ണിം ബഭൂവഹ, മിണ്ടാതെ ഇരുന്നു അവിടെ. ഇത് വലിയ പ്രശസ്തിയുണ്ടോ? അല്ലെ, ആദ്യമൊക്കെ ഞാൻ വായിച്ച സമയത്ത് 40-45 തവണയായിട്ട് വായിച്ചു ഭഗവത്ഗീത. അപ്പോ ഓരോ തവണയും വായിക്കുമ്പോ എന്തിനാണ് വേദവ്യാസ മഹർഷി ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്ത് പ്രസക്തിയാണ് ഈ ശ്ലോകത്തിനുള്ളത് എന്നൊക്കെ ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നു. വേദവ്യാസ മഹർഷിയുടെ കരവിരുത് മനസ്സിലാക്കുന്നത് വരെ, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കുന്നത് വരെ. പക്ഷെ വേദവ്യാസ മഹർഷി ആരാണെന്ന് മനസ്സിലാക്കുകയും 700 ശ്ലോകങ്ങള് 700 മൂല്യമേറിയ അമൂല്യ രത്നങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വെറുതെ എഴുതിയതല്ല, അല്ലെ? പലരും ഇത് ശ്രദ്ധിക്കാറില്ല. സഞ്ജയൻ എന്തോ പറയുന്നു, ധൃതരാഷ്ട്ര മഹാരാജാവ് എന്തോ കേൾക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഈ ശ്ലോകത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇവിടെ ഭാവാർത്ഥത്തിലും നമ്മൾ വലുതായിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ഭഗവാനിനി ഭഗവത്ഗീത പറയാൻ പോകുകയാണ്. അശോചാനശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ തുടങ്ങി ഉപനിഷത് വാക്യങ്ങൾ ഇനി പറയാൻ പോകുകയാണ്. സർവ വേദാന്ത സാര സർവസ്വമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശം, ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ വാക്യങ്ങള്, സൂക്തങ്ങൾ ഇനി പറയാൻ ആരംഭിക്കുകയാണ്. സാധാരണ ഭാഷണമല്ല ഇനി പറയാൻ പോകുന്നത്. സർവ ആചാര്യന്മാരും ഭാഷ്യം ആരംഭിക്കുന്നത് തുടങ്ങുന്നത് ഈ അശോചാനശോചസ്തം വരെ. അതുവരയ്ക്കും അവരൊന്നും വ്യാഖ്യാനമോ വിവർത്തനമോ ഒന്നും ചെയ്യാറില്ല, അതിനെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്രകാരം ആചാര്യന്മാർ മഹത്താണെന്ന് കൽപ്പിച്ചിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുന്നാണ് ഈ ശ്ലോകം വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെന്തോ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വേദാന്തമാണ്, ഉപനിഷത് വാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രഹ്മവിദ്യയാണ്, യോഗശാസ്ത്രമാണ്, ആത്മസാക്ഷാത്കാരത്തിന് ആത്മവിദ്യക്ക് ഉപകരിക്കുന്ന വാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പരാവിദ്യ പറയുവാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ആരാണ് ഉത്തമാധികാരി? ഭഗവത്ഗീത ഉപദേശിക്കുവാൻ ആരാണ് ഉത്തമാധികാരി? വേദാന്തം, ഉപനിഷത്തുക്കള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പറയുവാൻ ആർക്കാണ് യോഗ്യത? അതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഇതുപോലെയുള്ള ബ്രഹ്മവിദ്യകളും ബ്രഹ്മസൂത്രങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും നാരായണവും കേൾക്കാൻ ആർക്കാണ് യോഗ്യത? പറയുവാനുള്ള യോഗ്യത ആർക്കാണ്?
അത് ഗ്രഹിക്കുവാൻ ശ്രവിക്കുവാനുള്ള യോഗ്യത ആരാണ്? അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ശ്ലോകത്തിൽ തന്നിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു നോക്കണം, നിങ്ങൾ ഡീപ്പായിട്ട് പോകണം. ഭഗവത്ഗീത വെറും ഒരു ശാസ്ത്രമല്ല, അത് 108 ഉപനിഷത്തുക്കളുടെയും 108 മഹാ ഉപനിഷത്തുക്കളുടെയും 108 ലഘു ഉപനിഷത്തുക്കളുടെയും അമൃതാണ്, രസമാണ്. അതിനെയെല്ലാം സർവോപനിഷത്തോ ഗാവോ ദോക്ത ഗോപാലനന്ദനഃ, ആ 108 പശുക്കളെയെല്ലാം നിർത്തി കറന്നെടുത്തിട്ട് നൽകിയിട്ടുള്ള എല്ലാ സർവശ്രേഷ്ഠമായിട്ടുള്ള അമൃത തുല്യമായിട്ടുള്ള പാലാണ് ഭഗവത്ഗീത. വെറും ഒരു നാരായണത്തിനേക്കാളും, എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിനേക്കാളും മഹാഭാരതത്തിനേക്കാളും രാമായണത്തിനേക്കാളും 108 ഉപനിഷത്തെക്കാളും ഏറ്റവും മുന്നിലാണ് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഒരു പുസ്തകം മാത്രം പഠിച്ചാൽ മതി എന്ന് ആചാര്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ട് ഭഗവത്ഗീതയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആലോചിച്ച് നോക്കൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു കടയിലേക്ക് പോയാൽ അവിടെ സർവ്വതും കിട്ടും എന്ന് പറഞ്ഞാൽ ആ കടയുടെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ സകല ഗ്രന്ഥങ്ങളും പഠിച്ചതിന് തുല്യമായി എന്ന് പറയുമ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആരാണ് ഭഗവത്ഗീത ഉപദേശിക്കുവാൻ, ഭഗവത്ഗീത ക്ലാസ് എടുക്കുവാൻ യോഗ്യനായുള്ളവൻ? ആരാണ് ഭഗവത്ഗീത കേൾക്കുവാൻ പഠിക്കുവാൻ യോഗ്യനായുള്ളവൻ, യോഗ്യനായുള്ളവൾ? അതിന്റെ ഉത്തരമാണ്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ കേൾക്കുവാൻ അധികാരിയാണോ, നിങ്ങൾ പറയുവാൻ അധികാരിയാണോ? അപ്പൊ ഇവിടെ ഋഷികേശം ഗോവിന്ദൻ ഭഗവത്ഗീത പറയാനായിട്ട് പോകുന്ന ആ വ്യക്തിയെ 2 പദങ്ങളെ കൊണ്ടാണ് ഇവിടെ വേദവ്യാസ മഹർഷി അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഋഷികേശൻ, ഋഷികാണാം ഇന്ദ്രിയാണാം ഇത് ഈശഃ, ഋഷികങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ദ്രിയങ്ങളുടെ ഈശൻ, ഈശനശീലസ്യ ഈശ്വരഃ, നിയമിക്കുവാൻ കഴിവുള്ളവൻ, നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, ശാസിക്കാൻ കഴിവുള്ളവൻ. ആരാണോ തൻ്റെ 5 പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സാകുന്ന 11ാമത്തെ അന്ധകരണമാകുന്ന ആ ഒരു ചിത്തത്തെയും നിയന്ത്രിക്കുന്നത്, അവനാണ് ഋഷികേശൻ. അവന് മാത്രമേ ഭഗവത്ഗീത, വേദാന്തം, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുവാനുള്ള യോഗ്യതയുള്ളൂ. ഇവിടെ ഗോവിന്ദൻ ഋഷികേശനാണ്, ശ്രീകൃഷ്ണൻ ഋഷികേശനാണ്, അതുകൊണ്ട് അവൻ യോഗ്യനാണ്. 1ാമത്തെ ഉത്തരം കിട്ടി. ഇനി ഗോവിന്ദ അല്ല, ഗോവിന്ദാമ്പതി, ഘ ചതുർഗകാരം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. ഗോവിന്ദാൻ ഇത് അറിയുന്നവൻ, ഗോയാൽ അറിയുന്നവൻ, അതായത് വേദങ്ങളാൽ അറിയപ്പെടേണ്ടവൻ, പശുക്കളെ സംരക്ഷിക്കുന്നവൻ, ഭൂമിയെ സംരക്ഷിക്കുന്നവൻ, ഗായത്രിയെ സംരക്ഷിക്കുന്നവൻ, വേദപദങ്ങളാൽ വേദമന്ത്രങ്ങളാൽ അറിയപ്പെടേണ്ടവൻ. ഇതൊക്കെയാണ് ഗോവിന്ദൻ, ഗോവിന്ദനം. എല്ലാത്തിനെയും സംരക്ഷിക്കേണ്ടവനെയും വേദമന്ത്രങ്ങളാൽ അറിയപ്പെടവനുമായിട്ട് ഇരിക്കുന്നവൻ, അതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞത്. അങ്ങനെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ, ആധ്യാത്മിക ശാസ്ത്രങ്ങളെ, പശുക്കളെ, അല്ലെ, ജ്ഞാനത്തെ, വേദമന്ത്രങ്ങളെ, അതുപോലെ തന്നെ ഉപനിഷത്താകുന്ന വേദമന്ത്രങ്ങളാൽ അറിയപ്പെടേണ്ടവനുമാണ് ഗോവിന്ദൻ. ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ ഗോവിന്ദനുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിക്കുവാൻ ഉത്തമ യോഗ്യനാണ്, സർവത്ര ശ്രേഷ്ഠനാണ്. 2 ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട്. അതാണ് ഒരു ആധ്യാത്മിക ഗുരുവിനുണ്ടായിരിക്കേണ്ട സർവഗുണങ്ങളും ആർക്കുണ്ട്? ഞങ്ങളുടെ ശ്രീകൃഷ്ണനുണ്ട്, ഞങ്ങളുടെ ഗോവിന്ദനുണ്ട്, ഞങ്ങളുടെ ഋഷികേശനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവത്ഗീത പറയുവാനായിട്ട് സർവ അധികാരവുമുണ്ട്. മഹർഷിമാരോട് പറയാണ് വേദവ്യാസ മഹർഷി, നിങ്ങൾ പറയുന്ന ഒരു രാജാവല്ല അദ്ദേഹം, അല്ല, അവിടെ ഗോപിക തരുണികളുടെ കൂടെ രാസലീലയിൽ മുഴുകി കിടക്കുന്ന ഒരു സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഗോവിന്ദൻ. മറിച്ച് അവൻ ഋഷികേശനാണ്, നിത്യബ്രഹ്മചാരിയാണ്, അവൻ ഗോവിന്ദനാണ്, ഗോപാലനാണ്, മധുസൂദനനാണ്, മാധവനാണ്. എല്ലാ സർവത്ര ഗുണങ്ങളും 100ൽ 100% ആരിൽ അടങ്ങിയിരിക്കുന്നു? ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനിൽ. അവൻ സർവദാ സർവത്ര യോഗ്യനാണ്. ഇനി ആരാണ് കേൾക്കാൻ യോഗ്യൻ? അപ്പൊ ഇവിടെ പറയുന്നു ഗുഡാകേശ പരന്തവഃ, ഗുഡാകേശനും പരന്തപനുമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവത്ഗീത കേൾക്കാനുള്ള യോഗ്യതയുള്ളൂ, പഠിക്കാനുള്ള യോഗ്യതയുള്ളൂ. അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുന്നവനായിട്ടുള്ള ഒരാൾക്ക്. ഇനിയിപ്പോ 100 മാർക്ക് തികയണമെന്നില്ല,
അല്ലെങ്കിൽ എല്ലാ കഴിവുള്ളവനാണ്, അറ്റ്ലീസ്റ്റ് അങ്ങനെ ആയിത്തീരാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നവനായ, അങ്ങനെ വേണമെങ്കിലും പറയാം. ആരാണ്? ഗുഡാകേശൻ. ഗുഡാക ഇത് ഈശഹ. ഗുഡാക നിദ്ര, പ്രമാദം, ആലസ്യം, വിപരീത ഭാവന, മടി, ഇതിന്റെയെല്ലാം ഈശൻ, നിയന്ത്രിക്കുന്നവൻ, നിയമിക്കുന്നവൻ. അതായത് ഇതിനെയെല്ലാം എനിക്ക് ഉറക്കം വരില്ല, അല്ലെ? അതുപോലെ തന്നെ എനിക്ക് പ്രമാദം വരില്ല, നിദ്ര വരില്ല, ആലസ്യം വരില്ല, മടി വരില്ല. പറഞ്ഞ കാര്യം അതേ സമയത്ത് തീർത്തിരിക്കും. ഇതിനെയെല്ലാം നിയന്ത്രിച്ചവനാണ് ഞാൻ, ഗുഡാകേശൻ. അർജുനൻ ഗുഡാകേശനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വേദാന്ത വിദ്യാർത്ഥിയായിരിക്കാൻ യോഗ്യനാണ് സർവദാ സർവത്ര. ഭഗവത്ഗീത വിദ്യാർത്ഥി ആയിരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യത ആർക്കുണ്ട്? വില്ലാളി വീരനായിട്ടുള്ള അർജുനനുണ്ട്, കൗന്ദയനുണ്ട്. അദ്ദേഹം ദൈവീ സമ്പത്തോടു കൂടിയിട്ട് ജനിച്ചവനാണ്. കുറച്ചു നേരത്തേക്ക് ഇവിടെ മൂഢം വന്നു, സമ്മോഹത വന്നു, വ്യാമോഹം വന്നു, കുഴപ്പമില്ല. കുറച്ചു നേരത്തേക്ക് സൂര്യനെ കാർമേഘങ്ങള് മറയ്ക്കുന്ന പോലെ കുറച്ച് സമയത്തേക്ക് അയ്യോ മേഘം മറച്ചുവല്ലോ സൂര്യനെ എന്ന് തോന്നും. മേഘം എവിടെ കിടക്കുന്നു? സൂര്യൻ എവിടെ കിടക്കുന്നു? അതുപോലെ ഇവിടെ ഈ ബന്ധുമിത്രാദികളെയെല്ലാം കണ്ട് വ്യാമോഹഗ്രസ്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിഷാദമെല്ലാം വന്ന് കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നി. പക്ഷെ ഭഗവാൻ അതെല്ലാം വീണ്ടെടുത്തു കൊടുത്തു. കാരണം അദ്ദേഹം ഗുഡാകേശനാണ്. ഗുഡാക എന്നറിയപ്പെടുന്ന നിദ്രയെ, മടിയെ, മറ്റ് ജീവിത വ്യാപാരങ്ങളെയെല്ലാം നിയന്ത്രിച്ചവനാണ്. പരന്തപഹ, പരമായതിനെ, തന്നിൽ നിന്ന് വ്യത്യസ്തമായതിനെ, ശത്രുക്കളെ, പരാൻ ശത്രുൻ താപയതി ഇതി പരന്തപ. ശത്രുക്കൾ എന്നറിയപ്പെടുന്ന തന്നെ എപ്പോഴും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന മറ്റതിനെ ഓടിപ്പിക്കുന്നവനാണ്, തപിപ്പിക്കുന്നവനാണ്, ചൂടുകൊണ്ട് ഓടിപ്പിക്കുന്നവനാണ്, കണ്ടം വഴി ഓടിപ്പിക്കുന്നവനാണ്. ആരാണ് ശത്രുക്കള്? അപ്പുറത്തെ വീട്ടിലത്തെ അന്തോണിയ, മുസ്തഫയ, മുഹമ്മദ, അവരൊക്കെയാണോ? അല്ല. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, അജ്ഞാനം തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശത്രുക്കള്. അങ്ങനെ ശത്രുക്കളെയെല്ലാം നിയന്ത്രിക്കുവാൻ, തപിപ്പിക്കുവാൻ, അവരെ നിശേഷേണം ഓടിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് പരന്തവൻ. ഞങ്ങളുടെ അർജുനൻ കുട്ടി പരന്തവനാണ്. അവൻ ഭഗവത്ഗീത കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ അവൻ സർവദാ അവൻ അധികാരിയാണ്, അർഹനാണ്. അതാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട്, ഈ ഭഗവാന്റെ രണ്ട് നാമങ്ങളെ കൊണ്ടും അർജുനന്റെ രണ്ട് നാമങ്ങളെ കൊണ്ടും ഇവിടെ വേദവ്യാസ മഹർഷി മനസ്സിലാക്കിയിരിക്കുന്നത്. വെറും ഒരു ശ്ലോകമല്ലാതെ ഭഗവത്ഗീതയിൽ ഒന്നും തന്നെ കളയാനില്ല. ഒരു വാക്ക് പോലും, ഒരു ശ്ലോകം പോലും, ഒരു അർദ്ധ ശ്ലോകം പോലും കളയാനില്ല. കാരണം എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്കറിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച്, നേരത്തെ പറഞ്ഞ മാതിരി ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ച് നല്ല പോലെ വീണ്ടും വീണ്ടും വായിക്കുകയാണെങ്കിൽ ഓരോ വാചകത്തിന്റെയും ഓരോ വാക്കിന്റെയും, എന്തിനും ഓരോ അക്ഷരത്തിന്റെയും അർത്ഥം നിങ്ങൾക്ക് ശരിക്കും ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥ വേണം നമുക്ക്, അതാണ് പൂർണ്ണമായിട്ടും ആ തലയിലുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട്, എനിക്കൊന്നും അറിയില്ല, ഞാൻ അജ്ഞാനിയാണ്, ഞാൻ മന്ദനാണ്, ഞാൻ മൂഢനാണ്, എനിക്ക് ഒന്നും അറിയില്ല, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട്, ആധ്യാത്മിക ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കുത്തും കോമയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ വെറും ഒരു പാണ്ഡിത്യം കൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കണം, എനിക്ക് ക്യാമനാവണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് ഭഗവത്ഗീതയെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. വെറുതെ വായിച്ചു പോവാന്നല്ലാണ്ട് ഒന്നും മനസ്സിലാവില്ല. ശ്ലോകം പോലും ഓർമ്മയിൽ വരില്ല. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീതയെ ശരണം പ്രാപിക്കുക. അങ്ങനെ ഏവമുക്ത ഹൃഷീകേശം ഗുഡാകേശ പരന്തപഹ നയോസ്യായി ഗോവിന്ദം ഉക്വാ തൂഷ്ണിം ബഭൂവഹ. എന്നിട്ട് മിണ്ടാതെയിരുന്നു. ഇത്രയേ വേണ്ടു. ഒരു ആധ്യാത്മിക ഗുരുവിനെ, ഒരു ശിക്ഷാ ഗുരുവിനെ, ഒരു ദീക്ഷാ ഗുരുവിനെ ശരണം പ്രാപിച്ച് ശിഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? മിണ്ടാതെ അദ്ദേഹത്തിന്റെ അടുത്ത് കീഴെ ഉപനിഷത്ത്, അദ്ദേഹത്തിന്റെ സമീപം സേവകൾ ചെയ്തുകൊണ്ട് മിണ്ടാതെ ഇരിക്കും. ഒന്നും പറയണ്ട. എല്ലാം ആര് പറഞ്ഞു തരും? ഗുരു പറഞ്ഞു തരും. എല്ലാം ആര് ചെയ്തു തരും? ഗുരു ചെയ്തു തരും. നിങ്ങളെ പരമപദത്തിലേക്ക് ആര് കൊണ്ടുപോകും? ഗുരു കൊണ്ടുപോകും. കൈ പിടിച്ചുയർത്തി കൊണ്ടുപോകും. ഉക്വാ തൂഷ്ണിം ബഭൂവഹ. മിണ്ടാതെ ഇരുന്നാ മതി.
ശരണം പ്രാപിച്ച് പിന്നെ ഗുരുവിനെ ചോദ്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ, ഗുരുവിനേക്കാളും വലിയവനാണ് ഞാൻ എന്നുള്ള നാട്യമുണ്ടെങ്കിൽ, ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ, ഗുരുവിന് എൻ്റെ അത്രയ്ക്ക് അറിവുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിക്കാൻ പോകുകയാണെങ്കിൽ, ഗുരുവിന്റെ ജ്ഞാനമെല്ലാം ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ, അദ്ദേഹത്തിനോട് ചില കുറുക്കു ചോദ്യങ്ങളെല്ലാം ചോദിക്കട്ടെ, എങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു അതോടുകൂടിയിട്ട്. സംശയാത്മാ വിനശ്യതി, അവന് പിന്നെ നാശമേ ഉണ്ടാവുള്ളൂ, അടിയിലേക്ക്. അതുകൊണ്ട് ഇവിടെ ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചിട്ട് തുഷ്ടിം ബഭൂവഹ, മിണ്ടാതെ അവിടെ ഇരിക്കുക. എന്നിട്ട് അതാ ഭഗവത്ഗീത പറഞ്ഞു തുടങ്ങുവാൻ ആരംഭിച്ചിരിക്കുന്നു. അതാ ഗോവിന്ദൻ ഹൃഷീകേശൻ അതാ ചുണ്ടുകളെല്ലാം ചലിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർ മധ്യേ വിഷേദന്തമിതം വചഃ. വിവർത്തനം: അല്ലയോ ഭാരതനായ ധൃതരാഷ്ട്ര മഹാരാജാവേ, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ ശ്രീകൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. നോക്കൂ, വീണ്ടും ആ ഒരു വേദാന്ത രഹസ്യം പറയുന്നതിന് മുന്നുള്ള ഒരു ശ്ലോകം കൂടി. എന്താണ് ഇവിടെ? എപ്രകാരമാണ് പറയേണ്ടത്, എങ്ങനെയായിരിക്കണം ഉപദേശിക്കേണ്ട ആളുടെ മാനസികാവസ്ഥ, എപ്രകാരമാണ് കേൾക്കേണ്ടവന്റെ മാനസികാവസ്ഥ. നേരത്തെ യോഗ്യതകൾ പറഞ്ഞു, ഇനി മാനസികാവസ്ഥ എന്തായിരിക്കണം? തം ഉവാച ഹൃഷീകേശഃ, തം അവനോട്, ആരോട്? നമ്മുടെ അർജുനൻ കുട്ടിയോട്, അർജുനനോട് അദ്ദേഹം പറഞ്ഞു. ആര്? ഹൃഷീകേശഃ. വീണ്ടും ആവർത്തിക്കുക. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല, ഹൃഷീകേശൻ തന്നെയാണ് ഇന്ദ്രിയാധിപൻ, ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. ആരുടെ? സകലരുടെയും, സകല ജീവജാലങ്ങളുടെയും. ഋഷികേശഃ, ഭഗവാൻ ശ്രീകൃഷ്ണന് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, സർവചരാചരങ്ങളുടെയും 84 ലക്ഷം ജീവയോനികളിലും ജനിച്ച സർവചരാചരങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കും. അതാണ് ഹൃഷീകേശ ആവർത്തിച്ചതിന്റെ. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അദ്ദേഹം ഹൃഷീകേശനാണ്, മഹായോഗേശ്വര ഹരി, വിഷ്ണുവാണ് അദ്ദേഹം. താങ്കൾക്ക് എന്തറിയാം? എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അറിയാം. താങ്കളുടെ 100 പുത്രന്മാരുടെ ഇന്ദ്രിയങ്ങളെ വേണമെങ്കിൽ നിശ്ചലമാക്കാനായിട്ട് എന്റെ ഹൃഷീകേശന് കഴിയും. അങ്ങയുടെ 11 അശ്വഹിണി സേനയിലെ സർവ പടനായകന്മാരെയും ആ സർവസൈനാധിപന്മാരെയും എല്ലാവരെയും, സർവ പോരാളികളെയും ആനകളെയും കുതിരകളെയും നിശ്ചലമാക്കാനായിട്ട് ഹൃഷീകേശനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന് സാധിക്കും. അതുകൊണ്ട് യുദ്ധം നിർത്തൂ, ഇപ്പോൾ തന്നെ താങ്കൾ സന്ദേശം നൽകൂ. ഞാൻ ഇപ്പൊ തന്നെ അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ പോയിട്ട് യുദ്ധം നിർത്തുവാനുള്ള അങ്ങയുടെ നിർദ്ദേശം അങ്ങയുടെ പുത്രന്മാർക്ക് കൊടുക്കാം എന്ന് പരോക്ഷമായിട്ടാണ് പറയുന്നത്. നേരിട്ടിട്ട് പറയാൻ പറ്റില്ലല്ലോ, സൂതനല്ലേ, തേരാളിയല്ലേ. പക്ഷെ അന്ധനായിട്ടുള്ള, അല്ലെങ്കിൽ അന്ധത വരിച്ച പുത്രന്മാരോടുള്ള സ്നേഹം കാരണം ആ അജ്ഞാനം കൊണ്ട് ജ്ഞാനം മൂടിപ്പോയി കഴിഞ്ഞിട്ടുള്ള ഈ അന്ധനായിട്ടുള്ള ഭൂപതിക്ക് എന്തു കുന്താ മനസ്സിലാവാൻ പോണത്? അതാണ് ഋഷികേശഃ പ്രഹസന്നിവ ഭാരത. അല്ലയോ ഭാരത, ധൃതരാഷ്ട്ര മഹാരാജാവേ, ഭാരതത്തിൽ ജനിച്ചവനെ, അങ്ങ് എന്താണ് ഇങ്ങനെ അജ്ഞാനിയായി പോകുന്നത്? ഭാരതത്തിൽ ജനിച്ച ആരും തന്നെ അജ്ഞാനികളോ മന്ദബുദ്ധികളോ മൂഢന്മാരോ രാജദ്രോഹികളോ ആകാറില്ല. അങ്ങ് രാജദ്രോഹമാണ് ചെയ്യുന്നത്, അജ്ഞാനമാണ് ചെയ്യുന്നത്, മൂഢത്വമാണ് ചെയ്യുന്നത്. ഭരതവംശത്തിൽ ജനിച്ചവർക്കോ ഭാരതത്തിൽ ജനിച്ചവർക്കോ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, ഞാൻ ഭരതവംശത്തിൽ ജനിച്ചവനാണോ ഭാരതത്തിൽ ജനിച്ചവനാണോ? കാരണം ഭാരതത്തിൽ ജനിച്ചവരാരും തന്നെ അങ്ങനെ ചെയ്യാറില്ല. ലോകത്തിന് മുഴുവൻ വഴികാട്ടി നൽകുന്നവരാണ്, ജ്ഞാനം ഉപദേശിക്കുന്നവരാണ്. പ്രകാശം, ദീപ്തി ജ്ഞാനം പ്രകാശം ഇതിരതായം, അതാണ് ഭാരതം. വെളിച്ചമാകുന്ന ആ ജ്ഞാനമാകുന്ന വെളിച്ചത്തിൽ നൃത്തം ചെയ്യുന്നവനെ, രഥം ചെയ്യുന്നവനെ, പണ്ഡിതനെ, അല്ലെ, ശ്രേഷ്ഠനെ, ആര്യനെ, ആര്യപുത്രനെ, അതൊക്കെയാണ് ഭാരതൻ എന്ന പദത്തിന്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹത്തിന് പ്രഹസൻ ഇവ, പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ, മന്ദഹസിച്ചുകൊണ്ട്, ഹഹഹ വിഡ്ഢി, നിനക്കൊന്നും അറിയില്ലേ, ഞാൻ പറഞ്ഞു തരാം, അങ്ങനെയല്ല, പുഞ്ചിരിച്ചുകൊണ്ട്. അല്ലയോ അർജുന, നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനില്ലേ, ഞാൻ പറഞ്ഞു തരാം, പേടിക്കണ്ട.
ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട്, അല്ലെ, അല്ല മൃഗീയവും പൈശാചികമായിട്ട് രീതിയിൽ കാട്ടിച്ച് മുറിച്ച് പണ്ടത്തെ മുഖ്യമന്ത്രിമാരെ പോലെ പറയേണ്ട ഒന്നാണോ ഭഗവത്ഗീത? അല്ല, വളരെ ലളിതമായിട്ട്. എന്ന് വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്യാൻ പാടുണ്ടോ? സത്യം ഭൂയാത് പ്രിയം ഭൂയാത്. പ്രിയം വരണമെന്ന് കരുതിയിട്ട് സത്യത്തെ അസത്യമാക്കി മാറ്റാനോ വെള്ളം ചേർക്കാനൊന്നും പാടില്ല. എന്നാലോ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആലങ്കാരികമായി കുറച്ച് ഉപമകളെല്ലാം ചേർത്തുകൊണ്ട് വളരെ ലളിതമായിട്ട്, ഒന്നുകൊണ്ടും ഭയക്കേണ്ട. ശരി, കാര്യം ഗൗരവ വിഷയമുള്ളതാണ്, വിഷയമെല്ലാം ഗൗരവമാണ്, പക്ഷെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം. പ്രഹസൻ ഇവ, പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ, പുഞ്ചിരിച്ചു കൊണ്ടല്ലാട്ടാ, പുഞ്ചിരിച്ചു കൊണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പോലെ. അതാണ് ഇവ. ഇവ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും, അപ്പൊ തെറ്റിദ്ധരിക്കും നമ്മള്, അല്ലെ? അയ്യോ, ഒരു ശിഷ്യൻ ഇവിടെ സർവാത്മന ശരണം പ്രാപിച്ചു വരുന്ന സമയത്ത് ആളിനെ കളിയാക്കിയിട്ട് ചിരിച്ചിട്ടാ പറയണത്. എന്ത് ഭഗവാനാ നിങ്ങളുടെ? ഇദ്ദേഹത്തിനാണ് നിങ്ങൾ ഋഷികേശൻ എന്ന് പറയുന്നത്, മാധവൻ എന്ന് പറയുന്നത്, ഗോവിന്ദൻ എന്ന് പറയുന്നത്? അല്ലേ അല്ല. പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ, മറ്റുള്ളവർക്ക് പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ തോന്നുന്നു, പക്ഷെ അർജുനന് ഇവിടെ അത് വളരെയധികം ആനന്ദത്തെ ജ്വലിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ കൂട്ടുകാരെല്ലാം, രണ്ട് കൂട്ടുകാരാരായി? ഗുരുവും ശിഷ്യനുമായി. സേനയോരുഭയോർ മധ്യേ വിഷീദന്തമിതം വജ. അങ്ങനെ വിഷാദത്തോടു കൂടിയിട്ട് രണ്ട് സൈന്യങ്ങളുടെയും നടുവിലിരിക്കുന്ന ഈ ജീവിതം മുഴുവൻ രണ്ട് സൈന്യത്തിന്റെയും നടുവിലാണ്. സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ചൂട്, തണുപ്പ്, വെയില്, മഴ, അല്ലെ, രാത്രി, പകൽ, നിന്ദ, സ്തുതി, മാനം, അപമാനം തുടങ്ങിയിട്ടുള്ള ആ ഡ്യുവാലിറ്റി, ദ്വന്ദ്ങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എവിടെ നോക്കിയാലും ദ്വന്ദ്ം. അങ്ങനെ ആ ദ്വന്ദ്വരഹിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തണം. അങ്ങനെ വിഷാദഗ്രസ്തമായിട്ടുള്ള, വിഷാദിച്ച് അത്യന്തം വിഷാദത്തോടു കൂടിയിരിക്കുന്ന രണ്ട് സൈന്യങ്ങളുടെയും നടുവിലിരിക്കുന്ന ദൈവീക സമ്പത്തിന്റെയും അല്ലെങ്കിൽ ആസുരി സമ്പത്തിന്റെയും, അല്ലെ, ഇവിടെ പാണ്ഡവര് ദൈവീ സമ്പത്തിന്റെ, ഇവിടെ കൗരവര് ആസുരി സമ്പത്തിന്റെ, അങ്ങനെ രണ്ട് സമ്പത്തിന്റെയും നടുവിലിരിക്കുന്ന അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ആ ഋഷികേശനായിട്ടുള്ള ഗോവിന്ദൻ ഇപ്രകാരം പറയാൻ ആരംഭിച്ചു. അപ്പൊ ധൃതരാഷ്ട്രമാ, പറയൂ, എന്താണ് പറഞ്ഞത്? എനിക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങേക്ക് വിശദമായിട്ട് രാജേന്ദ്ര പ്രഭു പറഞ്ഞു തരും. അദ്ദേഹം ദ്വാരകയിലേക്ക് പോകുകയാണ്. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഗോവിന്ദൻ ഋഷികേശൻ പറഞ്ഞതെന്ന് ആ വേദാന്തം ശരിക്കും നമുക്ക് അവിടെ മുതലാണ് ഭഗവത്ഗീത ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ